Okay, listen to me. Let's discuss impact and relevance of AI in daily life. Okay. Impact and relevance of AI in our daily life. We know that we are using AI in our daily life. Technology has an important role in our life, right? It plays an important role in our life. It really affect or really impact our lifestyle. Nammade lifestyle nalla reethiyil impact cheyyunnille technology. Unde. So here we are going to see the impact or relevance or the importance of AI in our daily life. Okay. Oh, AI. So read it. AI has had a huge impact on our lives. Although earlier AI was a recurrent theme in the science fiction, but today the technology has come to life and streamlined several processes, helping us to achieve more in less time. Why are you looking at my face? Look at your textbook. So earlier, AI was only a concept, like story of Harry Potter, like a science fiction. എന്നുവെച്ചാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അല്ലെ, ഒരിക്കലും റിയൽ ആവുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കോൺസെപ്റ്റ് ആയിരുന്നു, ലൈക്ക് എ ഫിക്ഷൻ, ഒരു സയൻസ് ഫിക്ഷൻ പോലെയാണ്. നൗ ഇറ്റ് ഹാസ് ദ റിയാലിറ്റി, ഇറ്റ് ഹാസ് ബിക്കം ദ റിയാലിറ്റി, ഇറ്റ് ഈസ് റിയൽ നൗ, റൈറ്റ്? അപ്പോ അത് നമ്മളിപ്പോ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇല്ലടാ, നിന്റെ പപ്പ യൂസ് ചെയ്യുന്നില്ല, നീ ഐഫോൺ യൂസ് ചെയ്യുന്നില്ലേ? അപ്പൊ AI ടെക്നോളജി നമ്മള് അപ്പാരന്റ്ലി നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ഇപ്പൊ. അപ്പൊ കുറച്ച് റെലവൻസ് എന്താണ് അതിന്റെ ഇമ്പാക്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റാം. ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ 4 പോയിന്റ്സ് ആണ്. But almost everyone who have smartphone, internet, they are using. You mean grandparents? Okay, they may be using grandparents. They may be using ATMs and all, banking. Okay, somehow AI is related to everyone in the world. Okay, so AI automates repetitive and boring tasks. AI automates repetitive and boring tasks. റിപ്പീറ്റ് ആയിട്ടുള്ളതും ബോറിംഗ് ആയിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവില്ലേ, ലൈക്ക് സെൻഡിങ് ഇമെയിൽസ്, സോർട്ടിങ് ഇമെയിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് AI ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാം. ദാറ്റ് മീൻസ് വി ഡോണ്ട് നീഡ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ദാറ്റ് പ്രോസസ്. ഈ ഇമെയിൽ സെൻഡ് ചെയ്യുക, സോർട്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. AI ടെക്നോളജി അതിൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവും അല്ലെ, നമ്മൾ പറഞ്ഞു AIയുടെ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനെ കുറിച്ച്. സോ ഇമെയിൽസിന്റെ കണ്ടന്റ്സ് എല്ലാം മനസ്സിലാക്കിയിട്ട് അതിലെ കീവേഡ്സ് എല്ലാം വെച്ചിട്ട് ഇമെയിൽസിനെ സോർട്ട് ചെയ്യാനൊക്കെ AI ടെക്നോളജിക്ക് പറ്റും. ഓക്കെ, സോ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോറിംഗ് ടാസ്കുകളൊക്കെ നമുക്ക് അതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് AI ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ യൂസ് ദാറ്റ് ടൈം ഫോർ highly complex problems അല്ലേ, to solve the highly complex ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് നമുക്ക് ആ ടൈം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ സിമ്പിൾ ടാസ്ക്, ബോറിംഗ് ടാസ്ക് അല്ലെങ്കിൽ റിപ്പീറ്റ് ആവുന്ന ടാസ്ക് എല്ലാം AI ടെക്നോളജിയിൽ കൊടുക്കുക. ആ ടൈം നമുക്ക് ഫ്രീ ആയി, ആ ടൈം നമുക്ക് മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, റിപ്പീറ്റേറ്റീവ് ആൻഡ് ബോറിംഗ് ടാസ്കിനെ നമ്മൾ മുണ്ടൈൻ ടാസ്ക് എന്ന് പറയും. മുണ്ടൈൻ ടാസ്ക്, ബോറിംഗ്, അങ്ങനെ ബോറിംഗ് ആൻഡ് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളില്ലേ, അതിനെ കോമൺലി മുണ്ടൈൻ ടാസ്ക് എന്നാ പറയും. നല്ല രസമൊക്കെ മുണ്ടൈൻ ടാസ്ക്. ഓക്കെ, AI tends to guide, organize and automate frequent high volume computerized tasks. ഇത് നമ്മൾ എടുക്കുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് വർക്ക് ഉണ്ടാവും, ഹൈ വോളിയം വരുന്നത്. അത് AI ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് ചിന്തിക്കേ വേണ്ട അല്ലെ, അത് AI ഡീൽ ചെയ്തോളും. അത്
അതിനെ ഗൈഡ് ചെയ്യും, ഓർഗനൈസ് ചെയ്യും, ഓട്ടോമേറ്റ് ചെയ്യും. ദെൻ ഹൈ വോളിയം ആയിരിക്കും, കുറച്ച് കാര്യങ്ങളല്ല, ഹൈ വോളിയം വന്നാലും ഇറ്റ് മേ ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ്. AI ടെക്നോളജി വെച്ചിട്ട് ഹൈ വോളിയം ഒരുപാട് ഇമെയിൽസ് വന്നാലും ഇറ്റ് വിൽ സോർട്ട് ഇറ്റ് ഔട്ട്. ഓക്കെ, പക്ഷെ നമുക്ക് കുറെ സമയം എടുക്കും അല്ലേ ഈ ഇമെയിൽസ് ഒക്കെ സോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് ഇരുന്ന് ചെയ്യാം, ഡെയിലി ഇത് തന്നെ ഇരുന്ന് ചെയ്യാം, നമുക്ക് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. സംടൈംസ് നമ്മൾ കുറച്ച് എണീറ്റ് പോകും, പുറത്ത് കാഴ്ചയൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ വന്ന് വീണ്ടും വി വിൽ സ്റ്റാർട്ട്. ബട്ട് AI ടെക്നോളജി വി നോ ദാറ്റ് machines are not like human beings. They don't make mistake, they never make mistake, and they never gets tired too, right? ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? സ്റ്റാർട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നവരെ they will do that. So ഈ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഇതുപോലെ ബോറിംഗ് ആൻഡ് ലൈക്ക് ദ മുണ്ടേൻ ടാസ്ക് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AI യൂസ് ചെയ്യാം. സോ ആൻഡ് ഇങ്ങനെ ഓട്ടോമേറ്റ് മീൻസ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നുള്ള ഗുണം, മെഷീൻസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ എന്തിനാണ്? ഒന്ന്, പെട്ടെന്ന് കാര്യങ്ങൾ ഈസി ആയിട്ട് വർക്ക് ഡൺ ബൈ ദ മെഷീൻസ് എന്ന് പറഞ്ഞാൽ സോ ഫാസ്റ്റ് ആയിട്ട് മെഷീൻസ് വർക്ക് ചെയ്യും അല്ലേ, when compared to the human beings, and it is error free, without any error. Okay, വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും, വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും, ആൻഡ് without committing any error, mistakes ഒന്നും വരുത്താതെ തന്നെ ആ വർക്ക് ചെയ്യും. അതെന്തെങ്കിലും പ്രോഗ്രാമിന്റെയും ഹാർഡ്വെയറിന്റെ ഒക്കെ ഫെയിലിയർ ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും, എന്തെങ്കിലും മിസ്മാച്ച് മെമ്മറി സ്റ്റോറേജ് അങ്ങനത്തെ ഒക്കെ വരുന്നതാണ്, അല്ലാതെ അങ്ങനെ ക്രാഷും അങ്ങനത്തെ വരുന്നതാണ്. സോ ദെൻ ഇപ്പോ ഹ്യൂമൻ എറേഴ്സ് അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AI ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, ബെനിഫിറ്റ് ആണ്. ദെൻ AI supplements intelligence of existing products. AI supplements intelligence of existing products. Means AI ടെക്നോളജി മാത്രമായിട്ട് ഒരിക്കലും നമുക്ക് കിട്ടില്ല. ഓക്കെ, AI ടെക്നോളജിയിൽ പുതിയ ഡെവലപ്മെന്റ് വരുന്നുണ്ട്, പക്ഷെ അത് ഒരു പ്രോഡക്റ്റിൽ അപ്ലൈ ചെയ്തിട്ടാണല്ലേ നമ്മളത് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ റോബോട്ടിക്സിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യും. റോബോട്ട്സിന് സംസാരിക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കമാൻഡ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഇപ്പൊ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ആയാൽ they will implement in the machines. Okay, and smart കാറിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലേ, there are cars already which we can use to drive അല്ലെ, ഒരു ഡിസ്റ്റൻസിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ വേണ്ടി നമുക്ക് സെൽഫ് ഡ്രൈവ് ചെയ്ത് മീൻസ് നമുക്ക് കാർസ് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് AI ടെക്നോളജി കാർസിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ കുറച്ച് വർക്കുകളൊക്കെ കുറച്ച് വരും അല്ലെ. നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് കാറിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, because human beings do not need to drive the car, they only need to sit inside. The car will drive automatically. It is based on AI. We saw that example in the first chapter, in the first paragraph. Do you remember that? Yes. Yeah, it is about automated cars. Automated cars എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആവശ്യമില്ല അല്ലേ, it will drive themselves. അവർ തന്നെ ഓടിച്ചു, മീൻസ് കാർസ് സെൽഫ് ഡ്രൈവ് ചെയ്യും. അതില് എന്താണ്, മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, അതുപോലെ കുറെ കപ്പാസിറ്റികൾ ഉപയോഗിച്ചിട്ട് AI ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് സെൽഫ് ഡ്രൈവിംഗ് കാർസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ നിലവിലെ കാർസ് എല്ലാം ഓട്ടോമാറ്റിക് കാർസ് ഒക്കെ ഉണ്ട് അല്ലെ. പണ്ട് ഗിയർ ഒക്കെ ഉള്ളതൊക്കെ മാറി ഇപ്പൊ ഓട്ടോമാറ്റിക് കാർസ് ഒക്കെ വരുന്നില്ലേ. സോ it is because of the development in AI technology. ടെക്നോളജിയിലുള്ള ഡെവലപ്മെന്റ് കൊണ്ട് മാറുന്നതാണ്. So AI supplements intelligence of existing products. ഗുണമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഫോൺ, നിങ്ങൾ ഐഫോൺ ഉണ്ട്, ഐഫോൺ. സോ നോർമലി നമ്മുടെ നോർമൽ സ്മാർട്ട് ഫോൺ ഒക്കെ ഉപയോഗിക്കണം. വി ഷുഡ് ടേക്ക് ദ ഫോൺ, വി ഷുഡ് അൺലോക്ക് ഇറ്റ്, ദെൻ we should, ഇപ്പൊ ഒരാളെ കോൾ ചെയ്യണമെങ്കിൽ we should search in the contacts, then find out the person, then press the call button. അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട് അല്ലേ. സോ AI ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് കൊണ്ട് ഇപ്പൊ ഐഫോൺസ് ഒക്കെ we only need to give commands, വോയിസ് കമാൻഡ്സ് മതി അല്ലേ. ഹേ ഗൂഗിളിന്റെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ പക്ഷെ that is not efficient as iPhone Siri. So we can give voice commands to machines.
അല്ലേ? നമ്മളത് എടുത്ത് നമ്മളുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. വി ക്യാൻ ഗിവ് വോയിസ് കമാൻഡ്സ്. അതുപോലെ തന്നെ നമ്മുടെ വോയിസ് മാത്രമേ അത് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. യു കാൺ യൂസ് മൈ ഫോൺ. ഓക്കെ, എന്റെ ഫോണിൽ നിങ്ങളുടെ വോയിസിൽ കമാൻഡ്സ് കൊടുത്താൽ ദേ വോണ്ട് അക്സെപ്റ്റ് ദാറ്റ്. ഓക്കെ, അതില് നീ ചെയ്തോ ആണോ? ഓക്കെ, സോ അങ്ങനത്തെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ അടക്കമുള്ള AI ടെക്നോളജീസ് ആണ് അല്ലെ. ആൻഡ് ബിഫോർ ഇഫ് യു ടോക്ക് അബൌട്ട് ദ ഹോം, സോ നമുക്ക് പണ്ട് ഫാൻ ഓൺ ചെയ്യുക, മിക്സി ഓൺ ചെയ്യുക, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട പ്രോസസ് ആയിരുന്നു. നൗ വി ഹാവ് സ്മാർട്ട് ഹോം അസിസ്റ്റൻസ്, Alexa, Google Home, like that. They only need commands. Yeah, they only need commands. Okay, നമ്മൾ ഫാൻ ഓൺ ചെയ്യാൻ അവരോട് പറഞ്ഞാൽ മതി, they will ആ സർക്യൂട്ട് വർക്ക്ഔട്ട് ആയിട്ട് അത് ഓൺ ആയിക്കോളും. ഇല്ല, അത് വരെ ഉണ്ടാവും. ഓക്കെ, അവരത് ആ ഒബ്ജക്റ്റ് എന്താ, ഒരു ഇറ്റ്സ് എ ഡിവൈസ് അല്ലേ, ഇറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് അവർ കമാൻഡ്, then it will work out അല്ലേ. So things became very simple. So AI generally not sold as an individual application. AI ഒരു ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ ആയിട്ടല്ല അവൈലബിൾ ആവുന്നത്. നമുക്ക് അതൊരു പ്രോഡക്റ്റിനോട് കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് കിട്ടുന്നത് അല്ലെ. ഒരു ഓൾറെഡി ഉള്ള ഒരു പ്രോഡക്റ്റിന് അതിന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ആയിട്ടാണ് നമുക്ക് AI കിട്ടുന്നത് അല്ലെ. So the technology is rather used to improve existing products. For example, bots and smart machines are used at workplaces and home, combine large quantity of data to improve several technologies. Okay, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പൊ വീട്ടിലും ഓഫീസിലും ഒക്കെ ഉപയോഗിക്കുന്ന കുറെ സ്മാർട്ട് ഹോം അല്ലെങ്കിൽ കുറെ ഡിവൈസസ് ഉണ്ട്. അതിലെല്ലാം AI ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത് അത് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന്റെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലാണ്. യെസ്, ഫോണിൽ കൂടി കാർ കൺട്രോൾ ചെയ്യാം. ഫുള്ള് മൊബൈലില് നമുക്ക് കാർ കൺട്രോൾ ചെയ്യാം. അതേപോലെ വീട്ടിലെ അപ്ലയൻസസ്, ഇലക്ട്രോണിക് അപ്ലയൻസസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് AI ടെക്നോളജി. Then AI analyzes large and deeper data. And AI analyzes large and deeper data. So, നമ്മളെക്കാളും means, have you seen the movie Endiran? Yeah. Do you remember the scene before the examination, how the Endiran read the notebook? It is scanning, no? Can we read like that? No, we never can. So AI, so ഒരു large data means ഏത് കാര്യത്തെ കുറിച്ച് പറഞ്ഞാലും instantly answer കിട്ടും അല്ലേ. Okay, because all those data are stored in the memory of the machine. So AIയുടെ ഒരു വലിയൊരു കപ്പാസിറ്റി ആണ് ഹ്യൂമൻ ബീങ്സിനെയൊക്കെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ വളരെ അധികം ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഓക്കെ, കുറേ ഡാറ്റ കളക്ട് ചെയ്ത് വെക്കാനും പറ്റും, അതിൽ തമ്മിലുള്ള റിലേഷനും പാറ്റേണും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. ഇതൊക്കെ AI ടെക്നോളജിയുടെ കപ്പാസിറ്റിയാണ്. വി ആർ ഓൾസോ ക്യാപ്പബിൾ ഓഫ് ദാറ്റ്. പക്ഷെ വി നീഡ് ടു വർക്ക് ഓൺ ദാറ്റ് മോർ ആൻഡ് മോർ. നമ്മൾ കുറെ ശ്രമിച്ചാലും നമുക്കത് പറ്റും അല്ലെ. ഇപ്പോ എൻസൈക്ലോപീഡിയ പോലെ ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും, നോട്ട് എവ്രി വൺ ആർ ദ സെയിം അല്ലേ. ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത്. ഇവനെ ഞാൻ ക്ലാസ് നിർത്തി വിടും. Okay, no problem. So AI analyzes larger and deeper data. So data analysis എന്ന് പറഞ്ഞ കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ AI ടെക്നോളജി ഉള്ള മെഷീൻസ് അല്ലെങ്കിൽ AI ടെക്നോളജി വെച്ചുള്ള ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ far more better when human beings do. ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് മെഷീൻസ് അല്ലെങ്കിൽ AI enabled മെഷീൻസ് ഡാറ്റ അനാലിസിസ് ചെയ്യുന്നത് അല്ലേ. സോ ഒരു ഫ്രോഡ് ഡിറ്റക്ഷൻ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ പറയുന്നത്, ഒരു ഫ്രോഡ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ വി ആർ വാലിഡേറ്റിംഗ് ദ ഡേറ്റ. ഓക്കെ, ഡാറ്റയുടെ
ഷുവർട്ടി മീൻസ് ഫ്രോഡ് ഡാറ്റയാണോ ഗുഡ് ഡാറ്റയാണോ നല്ല ഡാറ്റയാണോ അത് എന്തെങ്കിലും മിസ്റ്റേക്സ് എന്താ മിസ്റ്റേക്ക് അല്ല എന്തെങ്കിലും ഫ്രോഡലന്റ് ആയിട്ടുള്ള ഡാറ്റയാണോ എന്ന് നമ്മൾ മീൻസ് പല ടൈപ്പ് ഓഫ് ആൾക്കാരല്ലേ യൂസ് ചെയ്യുന്നത് നെറ്റ് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ ജെന്യുവൻ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് വേണം അല്ലെ. ഫ്രോഡലന്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് ഒഴിവാക്കിയിട്ട് ജെന്യുവൻ ആയിട്ടുള്ള ഡാറ്റ വേണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സിസ്റ്റത്തിൽ മീൻസ് കമ്പ്യൂട്ടർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെ നെറ്റ്വർക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഫ്രോഡ് ഡാറ്റ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ജെന്യുവൻ ഉള്ള ഡാറ്റ ഡിറ്റക്ഷൻ നടത്തണം അല്ലെ. ജെന്യുവൻ ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റണം. പക്ഷെ ഹ്യൂമൻ ബീങ്സ് ചെയ്യുമ്പോൾ എന്താണ് there may be mathematical problems means mathematical operations ആയിരിക്കും അതിന് ഉപയോഗിക്കാം. കുറെ ഫങ്ഷൻസും കുറെ മാത്തമാറ്റിക്കൽ കുറെ വലിയ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും അത് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പൊ 5 layers സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരു 5 ഹിഡൻ ലെയേഴ്സ്. അത് ആക്ച്വലി ആ ഹിഡൻ ലെയേഴ്സ് ഓരോ ലെയറിന് പറയുന്ന ഓരോ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്, ഓരോ കാൽക്കുലേഷൻ ആണ്. അപ്പൊ അതിനൊരു ഇൻപുട്ട് വരുമ്പോൾ ഒരു ഡിസൈഡ് ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ, ഒരു ഇൻപുട്ട് വരുമ്പോൾ കിട്ടേണ്ട ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പൊ ആ ഔട്ട്പുട്ട് അല്ല കിട്ടുന്നെങ്കിൽ that data can be considered as a fraud data. Okay, so 5 ആവശ്യമില്ലാത്ത ഡാറ്റ that is not genuine. നമുക്കത് വേണ്ടാത്ത ഡാറ്റയാണ്. We should not accept that. So there are 5 mathematical functions as this 5 layers. ഓരോ ലെയറിലും ഓരോ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. സിമ്പിൾ അല്ല, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിരിക്കും. കാരണം ഹാക്കേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരും ബ്രില്യൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരാൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആയിരിക്കും. അപ്പൊ കുറേ ഒരു ഫംഗ്ഷൻ സോൾവ് ചെയ്യാൻ തന്നെ കുറെ സമയം എടുക്കും. അപ്പൊ ഫ്രോഡ് ഡാറ്റ ഡിറ്റക്ഷൻ ഹ്യൂമൻ ബീങ്സിനെ വെച്ച് നോക്കുമ്പോൾ ഹ്യൂമൻ ബീങ്സ് ചെയ്യുമ്പോൾ ഇറ്റ് വാസ് വെരി വെരി ഡിഫിക്കൽട്ട് അല്ലേ. It was difficult to create a fraud data detection system with 5 hidden layers. Okay, നമ്മളെ സംബന്ധിച്ച് 5 ഹിഡൻ ലെയേഴ്സ് വെച്ചിട്ട് ഒരു ഫ്രോഡ് ഡാറ്റ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന തല പുകയുന്ന കേസാണ്. പുകയൊക്കെ വരും, കാരണം അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണല്ലോ ഉപയോഗിക്കുന്നത്. I don't know hacking. Okay, then but it is easy when we implement AI technology on that. AI ടെക്നോളജി നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈസി അല്ലേ. ആ ഫങ്ഷൻസ് സോൾവ് ചെയ്യാനുള്ള അൽഗോരിതംസും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമ്മൾ AI ടെക്നോളജി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഫ്രോഡ് ഡാറ്റ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, okay, and 4th point, AI accomplishes remarkable accuracy. AI accomplishes remarkable accuracy. So ആക്യുറസിയുടെ കാര്യം മെഷീൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ആക്യുറസിയുടെ കാര്യത്തിൽ എന്നും മുമ്പിലാണ് അല്ലെ. ഇപ്പോ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയാൽ മാത്രമേ മെഷീൻസ് മിസ്റ്റേക്സ് വരുത്തുള്ളൂ. കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിലുള്ള എറർ ആണ് മെഷീൻസിൽ റിഫ്ലക്ട് ചെയ്യുള്ളൂ അല്ലെ. ഇപ്പൊ തെറ്റ് ചെയ്യത്തില്ല മീൻസ് അതൊരു പ്രോപ്പർ സ്റ്റെപ്പിലാണ് ഓരോ പ്രോഗ്രാംസ് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളത് നല്ല അതിനനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നീ എന്നോട് ഇപ്പൊ 4+5 ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആണ്. I told you to ask 4+5. So first you will enter 4, then plus, then 5, then plus enter key. Then you will get the answer. But yeah, ഇനി കാൽക്കുലേറ്ററിന്റെ കാര്യം. ഇനിയിപ്പൊ നീ 4+5 വരും, നീ മണ്ടത്തരം കാണിച്ച് 4+6 ചെയ്തു, നീ ഇൻപുട്ടിൽ റോങ് ഇൻപുട്ട് കൊടുത്തു. അപ്പൊ 4+6 കമ്പ്യൂട്ടർ നമുക്ക് കാണിക്കുന്ന ഔട്ട്പുട്ട് എന്താ 10 ആയിരിക്കും അല്ലേ. ബിക്കോസ് യു മേഡ് എ മിസ്റ്റേക്ക് ദർ, അതിനനുസരിച്ചുള്ള മിസ്റ്റേക്ക് ആണ് കമ്പ്യൂട്ടർ വരുത്തിയത്. ബട്ട് ദ മിസ്റ്റേക്ക് ഇസ് ഫ്രം യുവർ പാർട്ട്, നോട്ട് ഫ്രം ദ മെഷീൻ അല്ലേ. സോ machines in a remarkable accuracy and it is error free, it never make mistakes. So the results of AI processing and accurate and error free due to deep learning and neural network. Okay, ഞാൻ ഇപ്പൊ പറഞ്ഞത് ആ കാൽക്കുലേഷന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. പക്ഷെ AI എന്ന് പറയുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഡീൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ ടെക്നോളജി ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. And we know that AI is capable of analyzing deeper data alle, and it has neural networks which is similar to the neurons in human. നമ്മുടെ ബോഡിയിൽ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്ന പോലെ
പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്ന എങ്ങനെയാ? Because we have nose to smell, skin to feel, ear to hear, tongue to state, like that. അല്ലേ? അപ്പൊ നമ്മുടെ ഈ സെൻസറി ഓർഗൻസ് വെച്ചിട്ടാണ് നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പോഴത്തെ AI സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില ഹ്യൂമൻ ബീങ്സിനെ പോലെ ബിഹേവ് ചെയ്യുന്ന രീതിയിലാണല്ലേ നമ്മള് ഓരോരോ മെഷീൻസിനെ കൊണ്ടുവരുന്നത്. ചില നമ്മൾ അവിടെ ഇല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാം. ആ ഒരു മെത്തേഡിലാണ്. ഓക്കെ, ലൈക്ക് ദാറ്റ്. അതന്നെ ആ ഒരു മെത്തേഡിലാണ് നമ്മള് AI ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലേ? അപ്പോൾ AI has the capacity of deep data analysis and it also have neural networks like human beings. So അത് എന്താ പറയാ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ AI അതുപോലെ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അൽഗോരിതം, ഒരു പെർട്ടിക്കുലർ പ്രോസസ് ഉണ്ട് അല്ലെ, ആ പ്രോസസ്സിനനുസരിച്ച് ആയിരിക്കും ആ ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ അതിന്റെ ഡാറ്റയുടെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. സോ AIയുടെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആണ്, എറർ ഫ്രീ ആണ്. So AI adjusts to progressive learning algorithms to let the data do the programming without human interventions. ഇപ്പോ നമ്മൾക്കെന്ന് പറയുന്നത് സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഹ്യൂമൻ ബീങ്സിന്, വി ഹാവ് ദ കപ്പാസിറ്റി ടു ടേക്ക് ഡിസിഷൻസ് ആസ് പെർ ദ സിറ്റുവേഷൻ അല്ലേ? അത് ഇതേപോലെ നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അതിനെ നമ്മൾ കോമൺ സെൻസ് എന്ന് പറയും അല്ലേ? കോമൺ സെൻസ് മെഷീൻസിൽ വരുത്ത കുറച്ച് ടഫായ കാര്യമാണ്. ദാറ്റ് വാസ് നോട്ട് ഈസി. അപ്പോ ഈ ന്യൂറൽ നെറ്റ്വർക്സും ഡാറ്റ ലേണിങ്ങും AI ടെക്നോളജിയിലുണ്ട്. അതുപോലെ തന്നെ AI ഉപയോഗിക്കുന്ന ആൽഗോരിതംസ് ഇല്ലേ, ആ ആൽഗോരിതംസ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ആൽഗോരിതംസ് ആണ്. എന്ന് പറഞ്ഞാൽ ആൽഗോരിതംസ് ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി, ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ആൽഗോരിതംസ് ആണ്. അതെങ്ങനെയാ വെച്ചാൽ ഡാറ്റേനെ അനലൈസ് ചെയ്യും. ഇപ്പൊ നമുക്ക് പുറത്ത് നിന്നല്ല, എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഡാറ്റയ്ക്ക് ഇല്ലേ, ഡാറ്റ മീൻസ് നമ്മളിപ്പോ നമ്മുടെ എൻവയോൺമെന്റ് നമ്മൾ പല രീതിയിലുള്ള ഇമ്പൾസസ് എടുക്കും, മീൻസ് സിഗ്നൽസ് എടുക്കില്ലേ. നമുക്കിപ്പോ മഴ, വെയില്, ഇതൊക്കെ നമുക്ക് മഴ പെയ്യുന്നുണ്ട്, നമ്മൾ കുട എടുക്കും. അതൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യം കണ്ട് മനസ്സിലാക്കി മഴ പെയ്യുന്നു സെൻസ് ചെയ്തിട്ടില്ലേ. സെയിം വേ ഈ മെഷീൻസും എൻവയോൺമെന്റിനെ സെൻസ് ചെയ്യുമ്പോൾ ദേ ആർ അക്വയറിംഗ് ഡാറ്റ. നിങ്ങൾ അവർ ഡാറ്റ എടുക്കും. ഇപ്പൊ കറണ്ട്, വെതർ, അല്ലെങ്കിൽ പല ടൈപ്പ് ഉണ്ടല്ലോ എൻവയോൺമെന്റിന്. അല്ലെങ്കിൽ ഇപ്പൊ ബിസിനസ് പർപ്പസ് ആണെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ എന്നുവെച്ചാൽ ഇൻപുട്ട് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കുറെ ഡാറ്റ ഇൻപുട്ട് കിട്ടുന്നുണ്ട്. ആ ഡാറ്റയുടെ ചേഞ്ചസിനനുസരിച്ച് ഇറ്റ് വിൽ ചേഞ്ച് ദ അൽഗോരിതം. അൽഗോരിതംസിലും സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താനും പറ്റും. ചില ഹ്യൂമൻ ബീങ്സിന്റെ ഇന്റർഫിയറൻസ് ഇല്ലാതെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും നമ്മളെ പോലെ അതിൽ ചിലപ്പോൾ നമ്മളെ പോലെ അത്ര ആക്യുറസി ഉണ്ടാവില്ല, എന്നാലും നമ്മൾ ചെയ്യുന്ന പോലെ ഒരു മെഷീന് ഏറെക്കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ക്ലിയർ? നമ്മളെ പോലെ പെർഫെക്റ്റ് കോമൺ സെൻസ് ഉണ്ടാവും എന്ന് വാദിക്കാൻ പറ്റില്ല, ബട്ട് ഇറ്റ് വിൽ പെർഫോം ടാസ്ക്സ് ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതേ രീതിയിൽ പ്രോഗ്രസീവ് അൽഗോരിതംസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ AI adjusts to progressive learning algorithms to let the data to do programming without any human intervention. It helps to find structure and regularity in data so that the algorithm acquires a skill. Yep. So AI ടെക്നോളജിയിലേക്ക് AI ഇംപ്ലിമെന്റഡ് മെഷീൻസിൽ വരുന്ന ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അതിനനുസരിച്ച് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റനെ ഒന്ന് പഠിക്കും, ആ ഡാറ്റ അനലൈസ് ചെയ്യും. നമ്മളിന്ന് ചെരുപ്പ് നോക്കി, നാളെ പാൻസ് നോക്കി, മറ്റന്നാൾ ടീഷർട്ട് നോക്കി. അപ്പോൾ നമ്മളൊരു ഫാഷൻ, നമ്മളുടെ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്യും അല്ലെ, നമ്മളുടെ ഡാറ്റ അനാലിസിസ് നടത്തിയിട്ട്. എന്ന് വെച്ചാല് അതിപ്പം ഓരോ പേഴ്സൺ അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും.
ഇപ്പൊ ഷോൺ സെർച്ച് ചെയ്ത പ്രോഡക്ട്സിന് അനുസരിച്ചിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ആയിരിക്കും കിട്ടാം. ഇപ്പൊ ഷോൺ ഇപ്പൊ ഫാഷൻ പ്രോഡക്ട്സ് ഒക്കെ മീൻസ് ക്ലോത്തിങ്, ഡ്രസ്സിങ്, ക്ലോത്തിങ് അങ്ങനത്തെ ഫാഷനബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയെങ്കിൽ നിനക്ക് ഷൂവും ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും റെക്കമെൻഡേഷൻ കിട്ടുക. ഇനിയിപ്പോ ഞാൻ കിച്ചണിലേക്കുള്ള പ്രോഡക്ട്സ് ആണ് നോക്കിയെങ്കിൽ എനിക്ക് റെക്കമെൻഡേഷൻ വരാം കിച്ചൺ അപ്ലയൻസസ് കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെഷീൻ, പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീൻസ് കാര്യങ്ങളായിരിക്കും റെക്കമെൻഡേഷൻ കിട്ടുക. അപ്പോൾ ഓരോരോ ആള് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വലിന് ഓരോരോ ഇൻഡിവിജ്വലിന് അയാൾ എൻ്റർ ചെയ്ത ഡാറ്റ വെച്ചിട്ടാണ് അല്ലെ ഒരു റെക്കമെൻഡേഷൻ തന്നെ കൊടുക്കുന്നത്. അപ്പൊ ഓരോ മീൻസ് ഡാറ്റയിൽ ചേഞ്ച് വരുന്ന അനുസരിച്ച് ആ ഒരു പ്രോഗ്രാമിംഗിൽ ചേഞ്ച് വരുത്താനുള്ള ഒരു സ്കിൽ ഉള്ള അൽഗോരിതംസ് ആണ് ഇപ്പോൾ AI ടെക്നോളജിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവന്മാരെന്നെ ഇവിടെ ഇരുന്നിട്ട് ഇവര് ഞാൻ ഇറക്കി വിടട്ടെ. അല്ല, ഒരാള് കാണുന്നില്ലല്ലോ. Where did she go? And Maria, I will never let you go outside. You have to suffer. അത് ചുമ്മാ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി പറഞ്ഞ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി. I am a psycho, no? No, I am a psycho. I will never let you go outside. ഇവരെ ക്ലാസ്സിൽ തന്നെ ഇരുത്തി ഞാൻ വെറുപ്പിക്കും, അതാണ് എന്റെ ലക്ഷ്യം. ആക്ച്വലി ബട്ട് യു നോ സംതിങ്, നിങ്ങൾക്ക് വളരെ ഫ്യൂച്ചർ ഉള്ള ഫീൽഡാണ് AI എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണല്ലോ, ഇതിന്റെ പുറത്ത് പ്രാക്ടിക്കൽ കോഴ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ? ഓൺലൈനിൽ. പക്ഷെ എടാ, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ 3 പേരേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ ഇവിടെ വെച്ച് പറയുമ്പോൾ നിങ്ങൾ 3 പേരും കേൾക്കും. ക്ലാസ്സിലാവുമ്പോൾ നിങ്ങൾ 2 പേരെ കേൾക്കുള്ളൂ. ബാക്കി ഒരാൾക്ക് വേണ്ടി ഞാൻ വീണ്ടും ഓൺലൈൻ ക്ലാസ് വെക്കണ്ടേ? ബാക്കിയുള്ളവര് അവരെവിടെ പോയോ ഒന്നും ഐ ഡോണ്ട് നോ. ആണോ? ഹീസ് കമ്മിങ് ബാക്ക്. Will he come to school then? Oh. After that he will come to school? Say that in English. Okay. The concept of smart living. The concept of smart living. Oh my Picasso. എന്റെ പൊന്നെ സാറിലട എന്നേലും നിങ്ങളൊക്കെ സ്കൂളിൽ വെച്ച്. അതെ, എന്റെ വിധി. ഞാൻ പറഞ്ഞു വന്നത് AI. നിങ്ങളിപ്പോ എടുത്തു നോക്ക്, AI-നെ കുറിച്ച് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരു 100 പരസ്യം കാണും. ബിക്കോസ് ഇത് കേറി പറ്റാനുള്ള പൊന്നു മോനെ കോടികൾ സമ്പാദിക്കണം, കോടികൾ. അതിന് കുറച്ച് തല വേണം. ഓഹോ, പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ മതി. Actually, I'll tell the sir to change the textbook next year. What's your ambition, Sean? What do you want to become? Sir, teacher. Yes. And what about you? Army. Ronaldo. Nice. Smart living. What do you understand about smart living? Yeah, smart ആയിട്ട് ജീവിക്കുന്ന, സുഖമായിട്ട് ജീവിക്കുക. Okay. Since we are discussing this in the computer class, it is something related to the technology. In that sense, what do you think about smart living? Lecture Prabhu. Smart living. What is smartphone? Full capacity. Smartphone. Before a few years, we use phone for calling someone to send messages and play snake game. These were the 3 purposes of using the phone. Earlier, few years ago, we used the phone to call someone, to send text messages. Yes.
for entertainment purpose, we will use that snake game. These were the initial uses of the phone. But the situation has changed. Now, everything is about banking, shopping, yeah, calling, messaging, yeah, current bill payment, everything we are using for everything. We are using this phones, right? So a phone became smartphone. Ordinary phone alla, now phones are became smart. Yeah, very level. ഫോൺസ് അപ്പൊ ഫോൺ നമ്മൾ ഉപയോഗിച്ചിരുന്ന പേർപ്പസ് ടെക്നോളജിയിലെ മാറ്റം കാരണം നമ്മളിപ്പോ മാറി അല്ലേ. ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാം, ബാങ്കിങ്ങിന് ഉപയോഗിക്കാം, ഷോപ്പിങ്ങിന് ഉപയോഗിക്കാം, ടിക്കറ്റ് റിസർവേഷൻ, ഓൾ ദി ഫീൽഡ്സ് അല്ലേ. വീഡിയോസ് കാണാം, എന്റർടൈൻമെന്റ് പർപ്പസിന് ഉപയോഗിക്കാം, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഫോൺ ഇപ്പൊ ഉപയോഗിക്കാം അല്ലേ. ഫോട്ടോ എടുക്കാം. Okay, so smart living. Have you heard about smart home? Smart home. Full AC. സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമുക്ക് ടെൻഷൻസ് കുറവായിരിക്കും. ഇപ്പൊ അത് തന്നെ സ്മാർട്ട് ഹോം. ഇപ്പൊ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് റോബോട്ട്സ്, ഫാൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അലക്സ, അതേപോലെ മിക്സി ഓൺ ചെയ്യാം, അതേപോലെ സെക്യൂരിറ്റി സിസ്റ്റം. നമ്മളിപ്പോ വീട്ടിൽ ലോക്ക് ചെയ്യാതെ ഇറങ്ങിപ്പോയെന്ന് വിചാരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് മൊബൈൽ വെച്ചിട്ട് വീട് ലോക്ക് ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ വീട്ടിൽ എന്ത് നടന്നാലും നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇവിടെ മൊബൈലിൽ വാച്ച് ചെയ്യാം. ഇനിയിപ്പോ കള്ളനെ അല്ലെ. സ്മാർട്ട് ഹോം എന്ന് പറയുമ്പോ അങ്ങനെയല്ലേ, ഒരു മീൻസ് ഒരു ഭയങ്കര ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ്. മീൻസ് നമുക്കുള്ള ടെൻഷൻ കുറവാണ്. നമുക്ക് ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ടാവുള്ളൂ അല്ലെ. വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. നമ്മളുടെ ആകെയുള്ള തലവേദന ഡേർട്ടി ക്ലോത്ത്സ് എല്ലാം അതിനകത്ത് കൊണ്ടിടുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ തന്നെ മടിയാണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പം റോബോട്ട്സിനെ അപ്പോയിന്റ് മീൻസ് വെക്കേണ്ട ആവശ്യമാണ്. റോബോട്ട്സ് ഉണ്ടെങ്കിൽ അത് വേണം. So we need to pick up the dirty clothes and put it in the washing machine. It will wash. Then put some soap powder, detergent. Then it will comfort. It will wash the dresses automatically. After some times we will get the dried clothes. അല്ലെ, ഉണങ്ങിയ തുണികൾ ഏകദേശം ഒരു 80% ഉണങ്ങിയ തുണികൾ നമുക്ക് കിട്ടും അല്ലെ. ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അത് എടുത്തിട്ട് വെയിലത്ത് കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ ആരെടുക്കാൻ പറ്റും. എന്ന് വെച്ചാല് പണ്ട് എത്ര കഷ്ടപ്പെട്ട് ചെയ്തിരുന്നാണോ വാഷിംഗ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞ പണി, now it has become very easy. അപ്പൊ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം എന്നുള്ളത് നമ്മുടെ വീടുകളിൽ, ഓഫീസില്, നമ്മള് എവിടെ നമ്മൾ ഉള്ള സ്ഥലങ്ങളിൽ, സ്കൂളില് എല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ that will be easy for us. നമ്മളുടെ ടെൻഷൻസ് വളരെ കുറവാണ് അല്ലെ. I am talking about smart living. Yeah, that is good. So keep quiet. I will break your nose. എനിക്ക് ബോറടിയില്ല, നിങ്ങൾക്ക് ബോറടിയില്ല സാർ അല്ലേ. ഇപ്പൊ സ്മാർട്ട് ലിവിംഗിന്റെ കോൺസെപ്റ്റ് അത് തന്നെയാണ്. നമുക്ക് കൂടുതൽ തലവേദന ഇല്ലാതെ, ഇറ്റ് ഈസ് ടു മേക്ക് അവർ ലൈഫ് ഈസി. വെരി ഈസി. ആൻഡ് ഇറ്റ് ഈസ് അപ്പാരന്റ്ലി making us lazy. Not easy, it is making us lazy. So that's my thought. The concept is something related to our lifestyle. Okay, AI technology, the machines,
everything is implemented in our surroundings so that it will make our life easy. Okay, that is the main aim of smart living. But apparently, it is making us lazy. 2 minutes left. So, in the next class is smart home 11. It is a familiar topic for us. Just read it. സ്മാർട്ട് ഹോമിനെ കുറിച്ച് നമുക്ക് പണ്ട് മുതലേ ഏകദേശം കുറച്ച് ഐഡിയാസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മളുടെ ഹ്യൂമൻ ഇന്റർഫറൻസ് നമ്മളുടെ ലൈഫ് ഈസി ആവുന്ന രീതിയിൽ ഹോം അപ്ലയൻസസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ AI ടെക്നോളജിക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് അല്ലേ? അതിനെക്കുറിച്ച് നമുക്ക് let's discuss that in the next class, but you have to read the portion. Okay, clear? Okay, let's see in the next class. Sean, why are you not coming to school? Are you scared of COVID-19? Okay, then see you in the next class. Bye. Class next, no? You can sit here. Someone will come. Okay, bye.